അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ്. ഒരുപക്ഷെ പിറ കാണുകയാണെങ്കിൽ ഇന്ന് പെരുന്നാൾ രാവാണ് അല്ലേ? പ്രവാസികൾക്ക് എന്തായാലും ഇന്ന് ബഹുഭൂരിഭാഗം ആളുകൾക്കും പെരുന്നാൾ രാവാണ്. പിറ കണ്ടില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്നത് പുണ്യ റമദാനിലെ അവസാനത്തെ രാവും അവസാനത്തെ വെള്ളിയാഴ്ച രാവും പകലും ഒക്കെയാണ്. രണ്ടായാലും പടച്ചോൻ എന്താണോ നമുക്ക് ഹൈർ അത് തരട്ടെ, അല്ലേ? നമുക്ക് അങ്ങനെയല്ലേ ഇത് വരക്കാൻ പറ്റുള്ളൂ. ഹൈറായത് റബ്ബ് നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. പിന്നെ ഇന്നത്തെ രാത്രിയിലെ ഈ മജ്ലിസ് എന്ന് പറയുന്നത് ഇത് പ്രവാസികൾക്ക് പെരുന്നാൾ ആദ്യത്തെ രാവാണെങ്കിൽ പെരുന്നാളിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളതാണെന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. 5 രാത്രികളിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹ് തരും. അതിൽപ്പെട്ട ഒന്നാണത്രേ ചെറിയ പെരുന്നാളിൻ്റെ രാവ്. അതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ അവസാനത്തെ രാത്രിയാണെങ്കിലും പെരുന്നാളിൻ്റെ രാവാണെങ്കിലും ഒക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. റമദാനിലെ അവസാനത്തെ രാത്രി എന്തായാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടല്ലോ. ഏതൊരു സംഗതിയും അള്ളാഹ് സ്വീകരിക്കുന്നത് അതിൻ്റെ അവസാനം നന്നാവുമെന്ന് നോക്കിയിട്ടാണ്. അവസാനം നല്ലതാണോ അതാണ് സ്വീകരിക്കാൻ പറ്റിയതാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ അടയാളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹ് സ്വീകരിക്കണ്ടേ? വല്ലാത്തൊരു പേടിയും തോന്നുന്നുണ്ട്. പഠിച്ചോനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാഹ്. ഒരുപാട് റമദാനുകളിൽ നിന്നിലേക്ക് ഇബാദത്ത് ചെയ്ത് അടുക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകളിൽ, ഞങ്ങളുടെ നിസ്കാരങ്ങളിൽ, തറാവീഹിൽ, വിത്റിൽ ഒക്കെ ന്യൂനതയുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് പഠിച്ചോനെ. എന്നാലും പ്രതീക്ഷ മുഴുവൻ നിന്റെ കാരുണ്യത്തിലാണ് അല്ലാഹ്. അവൻ്റെ കാരുണ്യം കൊണ്ട് കരുണക്കടലായ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളൊക്കെ തയ്യാറല്ലേ? നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കണം എന്നുള്ള നെയ്യത്തിൽ ഒന്ന് ചൊല്ലിക്കൊരു 11 തവണ. ربنا تقبل منا إنك أنت السميع العليم. പടച്ചോൻ സ്വീകരിക്കണമേ എന്നുള്ള നിയത്തിലാണ് കേട്ടോ. ربنا تقبل منا إنك أنت السميع العليم. 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 കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ നോമ്പുകൾ, മറ്റ് ഇബാദാത്തുകൾ ന്യൂനതകളേറെയുണ്ടെന്ന ബോധ്യം ഞങ്ങൾക്ക് തന്നെയുണ്ട് അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. നിന്റെ കാരുണ്യത്തിലല്ലാതെ പ്രതീക്ഷയില്ല അല്ലാഹ്. എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത സ്വതക്കകൾ, ഞങ്ങൾ ചെയ്ത സക്കാത്തുകൾ, നിസ്കാരങ്ങൾ, നോമ്പുകൾ എല്ലാം നിന്റെ ഔദാര്യം കൊണ്ട് നീ കബൂൽ ചെയ്യണേ തമ്പുരാനേ. അവൻ്റെ ഔദാര്യമല്ലാതെ നമ്മളിൽ എന്താ ഉള്ളത്, ഇല്ലേ? നമുക്ക് തോന്നുന്നുണ്ടോ ഞാൻ കുറേ നോമ്പൊക്കെ എടുത്ത് ഞാൻ കുറേ ഓതി എന്നൊക്കെ? വെറുതെയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ഹദീസ് പറഞ്ഞു തരുന്നില്ല നമുക്ക്, ഇല്ലേ? 500 കൊല്ലം ഇബാദത്ത് ചെയ്തൊരു മനുഷ്യനെ അള്ളാഹ് നാളെ ആഖിറത്തിൽ കൊണ്ടുവരും. പടച്ചോൻ പറയും, എൻ്റെ ഔദാര്യം കൊണ്ട് അവനെ സ്വർഗത്തിൽ കടത്തുന്ന. അപ്പോൾ ആ മനുഷ്യൻ പറയും, പടച്ചോനെ, എൻ്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ കടത്തിക്കൂടെ? എൻ്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ കടത്തിക്കൂടെ? അപ്പോൾ പടച്ചോൻ വീണ്ടും പറയും, എൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ കടത്തും. അപ്പോൾ ആ മനുഷ്യൻ വീണ്ടും, എൻ്റെ അമല് കൊണ്ട് യാ റബ്ബി. പടച്ചോൻ പറയും, എന്നാ വാ. അവനെ മര്യാദക്ക് ഗ്രീൻ ചാനൽ വഴി പോയിക്കോളാൻ പറഞ്ഞാണ്, കേൾക്കണില്ല. അപ്പോൾ പിന്നെ എല്ലാവരെയും പോലെ വിചാരണ നടക്കട്ടെ. വിചാരണ നടക്കുകയാണ്. 3 തരം കിതാബുകൾ ഉണ്ടാവും അത്രേ. ഒന്ന് നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തിയത്, മറ്റൊന്ന് തിന്മകൾ രേഖപ്പെടുത്തിയത്, 3 അള്ളാൻ്റെ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ രേഖപ്പെടുത്തിയത്. 3 തരം കിതാബുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ നോക്കുമ്പോൾ ഒറ്റ തിന്മയിൽ 500 കൊല്ലം ഒരു തിന്മയും ചെയ്തിട്ടില്ല. അടിപൊളി. നന്മയുടെ കിതാബ് നോക്കുമ്പോൾ അല്ലാഹ് നന്മ മാത്രമേ ഉള്ളൂ, 500 കൊല്ലം കുത്തിയിരുന്ന് ഇബാദത്ത് ചെയ്തതാണ്. അനുഗ്രഹങ്ങൾ നോക്കുമ്പോൾ കണ്ണ് എന്ന് പറയുന്നൊരു അനുഗ്രഹത്തോട് അല്ലാഹ് പറയുന്നുണ്ട്, കണ്ണേ നീ വാ, നിനക്ക് വേണ്ടത് ഇവൻ്റെ ഇബാദത്തിൽ നിന്നെടുത്തോ. കണ്ണ് ഒരു രൂപം പ്രാപിച്ചു വരുമത്രേ. എന്നിട്ട് 500 കൊല്ലത്തെ ഇബാദത്തും അങ്ങ് വിഴുങ്ങിക്കളയും. എന്നിട്ട് പടച്ചോനോട് പറയും, പടച്ചോൻ എനിക്ക് മതിയായിട്ടില്ല, എനിക്ക് ഇനിയും വേണം. 500 കൊല്ലത്തെ ഇബാദത്ത് കണ്ണ് എന്ന് പറയുന്ന ഒരു ചെറിയ അനുഗ്രഹത്തിന് പോലും പകരമായിട്ടില്ലെങ്കിൽ
നമ്മൾ ചെയ്തു കൂട്ടിയ ഈ സംഗതികളൊക്കെ വെച്ചിട്ട് ഞാൻ വലിയ ഇബാദത്തിന്റെ ആളാണ്, ഞാൻ ഹത്തോതിയിട്ടുണ്ട്, ഞാൻ മറ്റേതാണ്. എന്ത് കാര്യമുണ്ടോ? എന്ത് കാര്യമുണ്ട്? അള്ളാന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, നമ്മുടെ അമലുകൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ എന്ന്. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ് എന്തെങ്കിലുമൊക്കെ ചെയ്തുവെന്ന തോന്നൽ നമ്മുടെ കൽബിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചു കളയണം. ഞാൻ ഒന്നുമില്ല റബ്ബേ, ഇല്ല, നിന്റെ ദുർബലനായ അടിമ മാത്രം, നീ തന്നതല്ലാതൊന്നുമില്ല, നിന്റെ കാരുണ്യമല്ലാതൊന്നുമില്ല യാ റബ്ബി. ആ മനോഹരമായ ബോധ്യത്തിൽ വേണം. അല്ലാഹു സ്വീകരിക്കട്ടെ. മനസ്സറിഞ്ഞൊലിക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് കരുണക്കടലായ റബ്ബ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കട്ടെ. നാളെ സ്വർഗീയ ലോകത്ത് വലിയ തോട്ടം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ ഇന്ന് പരിശുദ്ധമായ പെരുന്നാളിന്റെ രാത്രി ആവുകയാണെങ്കിൽ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എല്ലാവരും വ്യാപൃതരാകണം കേട്ടോ. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കഴിവുണ്ടായിട്ടും കൊടുക്കാത്ത മനുഷ്യന്മാരുടെ റമളാൻ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഏതായാലും നല്ല ബോധ്യത്തിലായിരിക്കണം. ഇത് വെള്ളിയാഴ്ച രാവും പകലൊക്കെ ആണല്ലോ. ഇനിയിപ്പോ പെരുന്നാൾ രാവാണെങ്കിലും റമളാനിലെ അവസാനത്തെ രാത്രി ആണെങ്കിലും മുത്തുനബിയുടെ മേലുള്ള മദഹിന് ഏറ്റവും അനുയോജ്യമായ സമയങ്ങളല്ലേ. രണ്ടുവരി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാം അലൈക സൈനൽ അംബിയാഇ അസ്സലാം അലൈക അത്ഖൽ അത്ഖിയാഇ സ്വലവാതി അലാ നബി വസലാമി وهو خير الأنام بدر التمام السلام عليك أصفى الأصفياء السلام عليك أزكى الأزكياء صلواتي على نبي وسلامي وهو خير الأنام بدر التمام السلام عليك من رب سمائي السلام عليك دام بالانقضاء صلواتي على نبي وسلامي وهو خير الأنام بدر التمام السلام عليك من رب السماء السلام عليك دام بالانقضاء السلام عليك أحمد يا حبيبي السلام عليك طه يا طبيبي صلواتي على
نبي وسلامي وهو خير الأنام بدر تمامي السلام عليك أحمد يا محمد السلام عليك طه يا ممجد السلام عليك يا كهفا ومقصد السلام عليك يا حسنا تفرد صلواتي على النبي والسلام الله وهو خير الأنام بدر التمام ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടത്തിന് ഈ സദസ്സ് അല്ലാഹു ഒരു കാരണമാക്കട്ടെ. ശബ്ദമൊക്കെ അടഞ്ഞിരിക്കാൻ നമ്മൾ ഒരുമിച്ച് മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലുമ്പോൾ അതൊരു സന്തോഷമല്ലേ, അൽഫാണെങ്കിലും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 11 സ്വലാത്തിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുണ്ട്. എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും പരിശുദ്ധ റമദാൻ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. റമദാൻ അനുകൂലമാകുന്ന മുത്തഖീങ്ങളിൽ കരുണക്കടലായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള രാവിലെ അസ്മാഉൽ ഹുസ്ന ഒന്ന് ചൊല്ലാം. എന്ത് ചോദിച്ചാലും നിങ്ങൾ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് മനസ്സറിഞ്ഞ് അസ്മാഉൽ ഹുസ്ന നമുക്കൊന്നുമില്ല എന്നിട്ട് അങ്ങോട്ട് ദ്വാരക്കാം. വലിയ നീണ്ട മജ്ലിസ് ഒന്നും വേണ്ട, ചൊല്ലുന്ന ദിക്ർ ഖലാസോടെ ആയാലും മതി. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരു അസ്മാഉൽ ഹുസ്ന മനസ്സറിഞ്ഞ് നമുക്കൊന്ന് ചൊല്ലാം. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله
يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ന്യൂനതകളെല്ലാം പരിഹരിച്ച് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് റമളാൻ മുഴുവൻ പരിശുദ്ധമായ പെരുന്നാളടക്കം അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. ഹറാമുകളിലേക്കൊന്നും പോകരുത് കേട്ടോ. പെരുന്നാളിൻ്റെ രാവ് കിട്ടുമ്പോൾ അല്ലാഹ് തൃപ്തിപ്പെടുന്നിടത്ത് നിൽക്കണം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്ത് അമല് നമ്മൾ ചെയ്താലും നമ്മളെ കൊണ്ടത് പറ്റൂലല്ലോ അല്ലേ? അതല്ലേ നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണത്. ഹയ്യ അല സ്വലാ എന്ന് വിളിച്ചു പറയുമ്പോൾ നിസ്കാരത്തിലേക്ക് വരും എന്ന് പറയുമ്പോൾ നമ്മളെന്താ മറുപടി കൊടുക്കണേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പടച്ചോൻ എന്നെ കൊണ്ട് പറ്റൂലല്ല, എനിക്ക് കഴിവില്ലല്ല, കഴിവുള്ളവൻ നീയാണല്ല. ആ ബോധ്യത്തിലാണ്, ആ ബോധ്യത്തിൽ തന്നെ റമളാൻ പടച്ചോനെ ഞാനൊന്നും ചെയ്തിട്ടില്ല, നീ സ്വീകരിച്ചാലേ ഉള്ളൂ എന്നുള്ള ആ ബോധ്യത്തിൽ കൽബ് പൊട്ടിയിട്ടൊരു 11 തവണ ചൊല്ലിക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, 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 ലാ ഹൗല ولا قوة إلا بالله، لا حول 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 ولا قوة إلا بالله. ഒരുപാട് ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്തിരുന്നു അല്ലേ? കഴിയുന്നവരൊക്കെ ചെയ്യാട്ടോ. പെരുന്നാൾ രാവാണ്, അതുപോലെ തന്നെ റമളാൻ അവസാനത്തെ രാത്രിയാണ്. രണ്ടായാലും ഈ പാവപ്പെട്ട 2 മനുഷ്യരിലേക്ക് കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യും. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ
സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിഥിൽ സവാബ് അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. റമളാൻ പ്രതികൂലമാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. എത്രയോ അസുഖബാധിതർ ഞങ്ങളിലുണ്ട്, പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശമനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നല്ല റാഹത്തായ പെരുന്നാൾ അനുഭവിക്കാൻ കഴിയാതെ ഫലസ്തീനിലെയും ഞങ്ങളുടെ പല സഹോദരങ്ങളുടെയും രാജ്യങ്ങളിൽ പ്രതിസന്ധിയിലാണ്. അല്ലാഹുവേ, നീ എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാഹ്. പ്രവാസികൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. അവരുടെ ഭയങ്ങളെല്ലാം നീക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. പരീക്ഷകൾ എഴുതുന്ന പൊന്നുമക്കളുണ്ട്, ശോഭനമായ ഭാവി നൽകണേ അല്ലാഹ്. ഉന്നത വിജയം നൽകണേ അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. ഉള്ള വീട്ടിൽ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളിലും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഇണക്കം നൽകണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. പ്രശ്നങ്ങളുടെ കേന്ദ്രമായി ഞങ്ങളുടെ വീടിനെ നീ മാറ്റല്ലേ അല്ലാഹ്. സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാക്കണേ അല്ലാഹ്. പരിശുദ്ധനായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് കൽബിൽ ഈമാൻ നിറച്ചു നൽകണേ അല്ലാഹ്. ഈമാൻ നിറച്ചു നൽകണേ അല്ലാഹ്. ഈമാൻ ഇല്ലാത്ത ചണ്ടിച്ചവറുകളാണ് റബ്ബേ. നീ മോചനമേകണേ അല്ലാഹ്. നീ കാവലേകണേ അല്ലാഹ്. കരുണക്കടലായ തമ്പുരാനെ, പരിശുദ്ധമായ നിന്റെ പുണ്യഭൂമി കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മദീന കാണാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാഹ്. മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അന്യായമായി ജയിലിൽ കിടക്കുന്നവരുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. ഈ തിരക്ക് പിടിച്ച സന്ദർഭത്തിലും ഈ മജ്ലിസിലേക്ക് ഓടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. നിന്നെ കാണാച്ച കൽബന്തിനാണല്ലാഹ്. നിന്നെ കാണാച്ച കണ്ണെന്തിനാണല്ലാഹ്. നിന്നെ കാണുന്ന കൽബാക്കണേ അല്ലാഹ്. നിന്നെ തിരിച്ചറിയാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, പലരും കബറുകളിലാണ്. കബറിടം വെളിച്ചമാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അദാബിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. ഈ പരിശുദ്ധ രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്. മരണവും ജീവിതവും ഞങ്ങൾക്ക് നീ ഖൈറാക്കണേ അല്ലാഹ്. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ താജിദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ പാവപ്പെട്ട മനുഷ്യരിലേക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്. നീ അതെല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. അതു നിമിത്തം ഞങ്ങൾക്കാർക്കും നീ പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്. എല്ലാം കഴിഞ്ഞ് സ്വർഗീയ ലോകത്ത് മുത്തിന്റെ തണലിരിക്കുമ്പോ വല്ലാത്തൊരു കൊതി നിന്നെ കാണാനാണ് അല്ലാഹ്. ഞങ്ങളെ പടച്ച നാഥനായ നിന്നെ കാണാനാണ് റബ്ബേ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാഹ്. നിന്റെ കാരുണ്യം നൽകണേ അല്ലാഹ്. റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. സ്വബാഹുൽ ഖൈർ ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്നെന്നും എക്കാലത്തും സ്വബാഹുൽ ഖൈറിനോടൊപ്പം സഞ്ചരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.